ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് ഡേ നമ്മൾ മിന്നുവിൻ്റെ കോളേജൊക്കെ കാണാൻ പോയി. ഇനി ഒരു പാർക്കിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഒരു പാർക്കിലേക്ക് പോവാം കേട്ടോ. കുറേ ടൈം രാജേട്ടനും മിന്നുവിനെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാറ് ഞാൻ പറഞ്ഞല്ലോ ക്ലച്ചിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നു, അപ്പോൾ അത് റെഡിയാക്കാൻ പോയതായിരുന്നു. അങ്ങനെ അവർ വരുന്നത് കണ്ടില്ല, അപ്പം നമ്മൾ ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഓൺ ദ വേ അവർ വന്നു. അങ്ങനെ മിന്നു നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൊട്ടടുത്തൊരു പാർക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം ഏതാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മടിവാള ലേക്കിനടുത്ത് റോയൽ റെസിഡൻസിയിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ്റെ കസിൻ്റെ റൂമിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു അടിപൊളി പാർക്ക് ഉണ്ടായിരുന്നു, കിഡ്സിൻ്റെ പാർക്ക്. അപ്പോൾ ആമിക്ക് ബോറടിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ അവളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പം നമ്മളെ നാട്ടിലിങ്ങനെ അടുത്തൊന്നും പാർക്കില്ലാത്ത കാരണം വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇതുപോലെ പാർക്കിലൊക്കെ നമ്മൾ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനൊരു സ്ഥലം അവൾക്ക് കളിക്കാനായി കിട്ടിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എല്ലാ ഇതിലും അവൾ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് തിരിഞ്ഞ് വളഞ്ഞിട്ടുള്ള കാരണം ചിഞ്ചുവിനും പേടിയായി. ആമിക്കാണെങ്കിൽ പേടിയില്ല കേട്ടോ. അവൾക്കൊരു മുന്നത്തെ അതിൽ കയറിയ സമയത്ത് അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ച് അവൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ചിഞ്ചുവിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് വീണിട്ടില്ല, വീഴാൻ പോയി എൻ്റെ കാലൊന്ന് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാനും നടക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാലിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചിഞ്ചു ഇറങ്ങാൻ നിന്നു. പിന്നെ വേണ്ട, അതിൻ്റെ മേലെ ചെറിയതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ട, അത് ചിലപ്പം കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്ന് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി വേറെ റൈഡൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്ന് തിരിച്ചിറങ്ങാൻ പോവാണ്. അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇടവായോ. ഞാൻ കയറി, പക്ഷെ എങ്ങനെ ഇറങ്ങാം എന്നുള്ളത് എനിക്ക് പറ്റുന്നില്ല, കാരണം കാലിന് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ സവിതേച്ചി എന്നെ കളിയാക്കുന്നതാണ്, നീ ഇറങ്ങുന്നൊരു ഷോർട്ട്സ് ഇടാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആമിക്ക് അതിൽ കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റെപ്പ് കയറാണ്ട് പകുതി അവളെ ഇരുത്തിയിട്ട് ഇറക്കുകയാണ്. ആ സമയത്ത് അവിടെ വേറൊരു പയ്യനുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഹൈപ്പറാണെന്ന് തോന്നുന്നു. എല്ലാ റൈഡിലും ഇതുപോലെ ഓടി ചാടിയാണ് കയറുന്നത്. അപ്പോൾ അവൻ അതിൽ കീഴ്ന്ന് കണ്ടപ്പോൾ നമുക്ക് ഒരു ധൈര്യം കിട്ടി, കാരണം അത് ഓക്കെയാണ്, അതിൽ കിഴിയാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആമീനെ അതിൽ കയറ്റിട്ടോ. പക്ഷെ പകുതി എത്തിയ സമയത്ത് ആമി വിടാൻ പോയപ്പോൾ ഞാൻ പിടിക്കുന്നുണ്ട്. നമ്മള് വിടാൻ പറ്റൂല, അതെ കുറച്ച് പേടിയുണ്ട് അവൾക്ക്. ഈ ഇറങ്ങിക്കോ, ഇറങ്ങി. ഒരു പേടില്ലേ. അങ്ങനെ നമ്മൾ വേറെ ഒരു റൈഡിൽ ഇതിൽ കയറിയിട്ടോ. പക്ഷെ അതിൽ ഒരു സൈഡിലേ പിടുത്തുണ്ടായിരുന്നുള്ളൂ, മറ്റേ സൈഡിൽ പിടുത്തുണ്ടായിരുന്നില്ല. ഈ റൈഡിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കളിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് കാരണം ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ആമിക്കതിൽ ഇരിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ അത് കാരണം ഞാൻ ബാലൻസ് ചെയ്ത് ഇരുന്ന് അവളെ കൂടെ കളിക്കായിരുന്നു. സ്കോട്ടൊക്കെ ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചേച്ചി വരുന്നുണ്ട്, അവിടെ നിന്നോ. സ്റ്റോപ്പ്. ഈ പോയിട്ടില്ലേ അപ്പോൾ ഈ ഒരു സ്ലൈഡിലുള്ള ഈ ഒരു ഗെയിം ആമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൗണ്ടിലൂടെ കയറുന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു അവൾക്ക് പേടിയാവുന്നതാണ്, കാരണം ഇങ്ങനെയൊന്നും അവൾക്ക് പരിചയമില്ലല്ലോ.
പക്ഷെ 1-2 പ്രാവശ്യം കയറിയപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, മേലെ നിന്ന് പിടിച്ചു കൊടുക്കാനും താഴെ വരുന്ന സമയത്ത് പിടിക്കാനൊക്കെ നമ്മൾ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയൊരു ലൂപ്പ് പോലെ ആയിരുന്നു കയറ്, പിന്നെ സ്ലൈഡ് ചെയ്യുക, അങ്ങനെ അവിടുന്ന് നമ്മൾ പോവുക. അവരൊക്കെ പോവാൻ ലേറ്റായി എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ബാക്കിയുള്ള റൈഡും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അതിലും വലിയ ഒരു സ്ലൈഡ് കണ്ടു. അപ്പോൾ അതിലും ആമി ഒറ്റയ്ക്ക് കയറാണ്. അപ്പോൾ എന്തായാലും ചിഞ്ചുവിനെയും കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. ചിഞ്ചു ആമയും കൂടെയാണ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളത് വീണ്ടും പോവാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ആമിക്ക് അവിടെ നിന്ന് പോരാൻ ഇഷ്ടമില്ല, അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണ് പേടിയുണ്ടായിരുന്നത് തോന്നുന്നു, അവൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഇരുട്ടായി തുടങ്ങി, ഇരുട്ടല്ല, ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പോരായിരുന്നു. പക്ഷെ ആമി വരാൻ കൂട്ടാക്കുന്നില്ല, അവളെ നമ്മൾ പൊക്കിയെടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആമിയുടെ അടുത്ത് ഓരോന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ക്ലോസ് ചെയ്യാറായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ വിളിച്ചു, ആമി വരാത്ത കാരണം നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ മിന്നും സൗദേശി പതുക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചിഞ്ചും കൂടെ പോവാണ് കേട്ടോ. അതാ പോണേ. അപ്പൊ ഞങ്ങള് പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആമി പറഞ്ഞു നാളെ വരാ പറയും. അപ്പൊ ഞങ്ങള് പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആമിക്ക് പാർക്ക് ഇഷ്ടമാണോ? ഇവിടെ നോക്കിയോ, ബൈ പറ. പോവാ, ബൈ ബൈ. കണ്ടോ, ആമിക്ക് തിരിച്ചു പോകാൻ തീരെ ഇഷ്ടമല്ല, അങ്ങോട്ട് തന്നെ പാർക്കിൽ തന്നെ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ആമി ബായും ഒക്കെ പറയുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ആമിക്ക് ബായ് ഒന്നും പറയാനുള്ള മൂഡില്ല, കാരണം തിരിച്ചവർക്ക് പാർക്കിൽ തന്നെ പോകണം. അങ്ങനെ ഓരോ കള്ളത്തരം പറഞ്ഞിട്ടാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത് കേട്ടോ. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബായ്. ബായ് പറ ആമി, ബായ് പറഞ്ഞ ടാറ്റ തരാം, ടാറ്റ, ബായ് പറഞ്ഞ.